പന്തളിൻ്റെ കാര്യമല്ലേ? ഇപ്പോൾ പുതിയ വിവരങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇല്ല. ഞാൻ സ്പോൺസറുമായിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് സംസാരിച്ചില്ല. ഞാൻ അദ്ദേഹത്തുമായി സംസാരിച്ച് ഞങ്ങളോട് ക്ലീനായിട്ട് പറയാം. എന്നൊക്കെ അതുകൊണ്ടല്ല, അത് രണ്ടും രണ്ടല്ലേ. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വിസിറ്റാണ്. അത് ടീമുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ അവരുമായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് അത് ഈ താരത്തിൻ്റെ ഒരു സ്വകാര്യ വിസിറ്റാണ് എന്നാണ് അറിഞ്ഞത്. അത് അവർ അസോസിയേഷൻ അറിഞ്ഞിട്ടുള്ളൊരു വിസിറ്റല്ല. അല്ല, അവർ സംസാരിക്കട്ടെ. ഇവിടെ ഞാൻ പറയാം, അർജന്റീനൻ ടീം വരില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ വരും. അതല്ല ചർച്ചകളുടെ ആവശ്യമില്ലല്ലോ. ഇവിടെ ചർച്ചയുടെ ആവശ്യം എന്താ? അവർ ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ കേരളത്തിൽ വരുമെന്ന് പറഞ്ഞല്ലേ. അവർ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന നവംബറാണ്. ഈ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ തടസ്സം ഉണ്ടാവും. അപ്പോൾ നവംബറിൽ വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളെ അറിയിച്ചുള്ളത്, ഗവൺമെൻറ് അറിയിച്ചുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി ഒരുക്കണമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റുള്ള വിവരങ്ങൾ മെസ്സിയുമായി ബന്ധപ്പെട്ട അവരുടെ സ്വകാര്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എനിക്കറിയില്ല. ചർച്ചയല്ല, അവരറിയിച്ചില്ല. കഴിഞ്ഞ വർഷമാണല്ലോ ഇപ്പൊ ഈ അങ്ങനെ മെസ്സി വരുന്നൊരു പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അപ്പൊ മന്ത്രി ഇത് പറഞ്ഞു. പിന്നീട് ഒരു ആശയക്കുഴപ്പം വന്നപ്പോൾ മന്ത്രിയുടെ ആശങ്ക അത് നിങ്ങൾ അത് മനസ്സിലാക്കുകയും പിന്നീട് ആശങ്ക വരികയും ചെയ്തു. മന്ത്രിക്ക് നേരത്തെ ഒരു ആശയക്കുഴപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്. നടക്കും. രണ്ടുകൂടി നിങ്ങൾ പറയണ്ട. ഞാനൊരു ഉത്തരം പറയാം. ഇതില് ആദ്യത്തെ സ്പോൺസർ മാറിയ സമയത്തുള്ളൊരു ആശങ്കയാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, അന്നറിയാലോ. ആദ്യത്തെ സ്പോൺസർ എലിജിബിൾ അല്ല എന്ന് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞപ്പോൾ ഒരു ആശങ്ക ഉണ്ടായി. അപ്പോഴാണല്ലോ പുതിയ സ്പോൺസർ വരുന്നത്, RBC വരുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അവരെ അറിയിച്ചുള്ള നവംബറിൽ ടീം വരുമെന്നാണ്. അതിൽ മറ്റുള്ള പുതിയ വിവരങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന വിവരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഇതിൽ. എന്താ ബുദ്ധിമുട്ടില്ല? ഒന്നുമില്ല. അല്ല, അങ്ങനെ അപ്പോൾ നിലവിൽ അവരറിയിച്ചുള്ള നവംബറിൽ കേരളത്തിൽ കളിക്കുമെന്നാണ് അർജന്റീൻ ടീം. നമ്മൾ ആഗ്രഹിക്കുന്ന അതിലൂടെ 2-3 നല്ല ടീമിനെ കൂടി കൊണ്ടുവന്ന് ഒരു 3 ഡേ മാച്ചൊക്കെ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹമാണ് പറയുന്നത്. അവിടെ പോയ AFA അധികാരികളാണെങ്കിലും അവിടെ പോയത് AFA കാണാൻ മാത്രമല്ല. നമ്മൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ നിർമ്മിക്കുന്ന ഗൗരവത്തോടെ നമ്മൾ എല്ലാവരും ഒരു സ്റ്റേഡിയം ഉണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത്. അവിടുത്തെ സ്പോർട്സ് കൗൺസിലുമായി, സ്പെയിനിലെ സ്പോർട്സ് കൗൺസിലുമായി ഒരു ചർച്ചക്കാർ നമ്മൾ പോയത്. അവിടെയുള്ള കാര്യങ്ങളാണ് തിരുവനന്തപുരത്ത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചു. ആ കാര്യങ്ങൾ പലതും നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലായോ? അതോടൊപ്പം തന്നെ ലാലിഗ എന്ന് പറയുന്ന പ്രീമിയർ ലീഗ് നടത്തുന്ന ഒരു അസോസിയേഷൻ, അവരുമായാണ് നമ്മൾ സംസാരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോളേജ് ലീഗ് ആരംഭിച്ചത്. ലാലിഗയുടെ സഹായം നമുക്ക് വരുന്നത് അടുത്ത വർഷം മുതൽ ഇതിന്റെ സ്കൗട്ടിംഗ് വരുമ്പോൾ സ്പെയിനിൽ നിന്നും ലാലിഗയുടെ ബന്ധപ്പെട്ട ആളുകൾ വന്ന് അതിൽ നിന്നും ഏറ്റവും നല്ല താരങ്ങളെ സ്കൗട്ടിംഗ് ചെയ്ത് എടുക്കും. അതിൽ നിന്നും ടീം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് തീരുമാനം. ഇതാണ് പ്രധാനമായ രണ്ട് ആവശ്യങ്ങൾ. അതോടൊപ്പം തന്നെ അർജന്റീനയുടെ PPP മോഡലുള്ള ഒരു പരിശീലന കേന്ദ്രമുണ്ട്. അവിടെയാണ് ബന്ധപ്പെട്ട ഫുട്ബോൾ അസോസിയേഷന്റെ ആളുകൾ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് അവരെ കണ്ടു. അതിന്റെ ഫോട്ടോസൊക്കെ വന്നതല്ലേ, പിന്നെ എന്താ അതിന്റെ വാർത്തകൾ വന്നതാണ്. അതിലെന്താ പ്രത്യേകത ഉള്ളത്? ജനങ്ങളിൽ നിന്നുണ്ടാവുന്ന ഒരു വിമർശനാത്മകമായ ചോദ്യം, ഞാൻ അവിടെ അന്ന് പ്രഖ്യാപനം എടുത്ത ആദ്യത്തെ സ്പോൺസറാണ്. ആ സ്ഥലം നിങ്ങൾക്ക് അറിയാലോ, ഗോൾഡ് മർച്ചൻസ് ആണ് അതിന് അനൗൺസ്മെന്റ് മുതിർന്നത്. ഞങ്ങള് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ആശങ്ക അതിന് ശേഷം വന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അന്വേഷിച്ച പോലെ തന്നെ അത് മാറണം.
നിങ്ങളെപ്പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെപ്പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഖത്തർ വേൾഡ് കപ്പ് നേടിയ ടീമിനെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക, ഒരു കളി നടത്തുക എന്നതാണ്. അതിനുള്ള ശ്രമമല്ല നടക്കുന്നത്. അതിനുള്ള പദ്ധതികൾ ഇപ്പോൾ ആവശ്യമില്ല. അവർ നവംബറിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം എന്ന് നിങ്ങൾ പറഞ്ഞു, ആ കാര്യത്തിലും ഒന്ന് വ്യക്തത ഞാൻ വരുത്താം. അത് നമ്മളുമായി ബന്ധപ്പെട്ടതല്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമാണ്. ഇതാണ് ഇതുമായി പറയാനുള്ളത്.